വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും 3S ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആണ്. ബിഗിനേഴ്സുള്ള യൂട്യൂബിന് കൂടുതൽ ഉപകാരം ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഒരു സ്റ്റാൻഡും ഒരു മൈക്കും. അതായത് നമുക്ക് ഈ മൈക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു വയർലെസ് മൈക്കാണ്. ഇതിന് ഏതാണ്ട് 400 രൂപ അടുത്ത് മാത്രമേ പ്രൈസ് ആകുന്നുള്ളൂ. ഞാൻ ഈ സ്റ്റാൻഡ് മൈക്കൂടെ മേടിച്ചപ്പോൾ എനിക്ക് 800 രൂപയിൽ താഴെ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഈ മൈക്കിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ ബോക്സിൽ തന്നെ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈവ് ഷോ, ഇൻ്റർവ്യൂ, ലൈവ് ബ്ലോഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഇതിൻ്റെ പേര് K8 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയെ പറ്റിയും, അതുപോലെ നോയ്സ് കടന്നു വരത്തില്ല, അതുപോലെ തന്നെ ഒരു 30 മീറ്റർ അകത്ത് നിന്ന് ഇതിനെ സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ ക്ലാരിറ്റി അതൊക്കെ ഇവർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ആ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് വളരെ വില കുറഞ്ഞ ഒരു സ്റ്റാൻഡാണ്. 400 രൂപ മാത്രം വിലയുള്ളൊരു സ്റ്റാൻഡാണ് ട്രൈപോഡ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു അകലമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 16 സെൻറ്റിമീറ്റർ 18 സെൻറ്റിമീറ്റർ അകലമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡ് തന്നെയാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മൈക്കിനെ കുറിച്ച് ഞാൻ ഒന്ന് വിശദമായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കണക്റ്റിങ്ങും അതുപോലെ തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്. അൺബോക്സ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ ബോക്സിനുള്ളത് എന്നൊന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിനെ മൈക്കിൻ്റെ അനുബന്ധ ഘടകങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഇത് എങ്ങനെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ മൈക്ക് ഇതാണ് മൈക്ക്. മൈക്കിൽ നമ്മൾ സ്പോഞ്ചൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് അതിൻ്റെ ഒരു സ്വിച്ച് ഓൺ ബട്ടൺ അതിലുണ്ട്. അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ബട്ടൺ ഉണ്ട്, പവർ ഓൺ ബട്ടൺ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറം ഒരു ഹോൾഡർ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആ സ്വിച്ച് ഓൺ ബട്ടൺ ഞെക്കി പിടിക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു പച്ചയും ചുമലയും ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്ററും കൂടെ അവർ തരുന്നുണ്ട് ഫോണിൽ കണക്ട് ചെയ്യാനായിട്ട്. ഇതാണ് ആ അഡാപ്റ്റർ. ഈ അഡാപ്റ്റർ കണക്ട് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിൻ്റെ അഡാപ്റ്റർ. ഇത് സി പോർട്ടാണ് വരുന്നത്. അതുപോലെ ഈ സൈഡിൽ ഒരു ചെറിയ ചുമന്ന കളറിലെ ലൈറ്റ് കത്തും ആ ഹോളിൽ ഫോണിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ. അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ പിൻ ചെയ്യാനായിട്ട് മൈക്ക് നമുക്ക് ഷട്ടിലും പിൻ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു ഹോൾഡറാണത്. അതിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അത് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ നേരത്തെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജിങ് കേബിളാണ്. സി പോർട്ടാണ് കേബിൾ വരുന്നത്. അതുപോലെ തന്നെ ഐഫോണിൽ കുത്തുന്ന ഒരു പിന്ന്, ഐഫോണിൽ കുത്താൻ പറ്റുന്നൊരു പിന്ന്. ഐഫോൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ മൈക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ പിന്ന് നമ്മളത് ഹോൾഡ് ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ബോക്സിൽ കിട്ടിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഇവർ തന്നിരിക്കുന്ന പിന്നെ സി പോർട്ട് പിന്നാണ്. അത് എൻ്റെ ഫോണിലേക്ക് ചാർജ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അതിൻ്റെ ആ ഒരു അഡാപ്റ്റർ കുത്തുന്നത്. ഈ അഡാപ്റ്റർ കുത്തിക്കഴിയുമ്പോൾ നമ്മുടെ അഡാപ്റ്ററിൻ്റെ സൈഡിലായിട്ടൊരു ചുവന്ന പിന്നുണ്ട്. അവിടെ ഒരു ചുവന്ന ലൈറ്റ് കത്തും. ആ ലൈറ്റ് കത്തിയാൽ മാത്രമേ ഇത് വർക്കിംഗ് ആവത്തുള്ളൂ. അപ്പോൾ ലൈറ്റ് കത്തിയില്ലെങ്കിൽ നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്ങിൽ പോയിട്ട് സെറ്റിങ്സിൽ സെർച്ച് ചെയ്യുന്നിടത്ത് നിന്ന് അവിടെ OTG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ OTG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം ഇങ്ങനെയൊരു ഓപ്ഷൻ അവിടെ കാണിക്കും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇതുപോലെ ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഫോണിൽ കുത്തിയ ആ അഡാപ്റ്ററിൽ ലൈറ്റ് കത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം.
ഇപ്പോൾ ഒരു ചുമല ലൈറ്റ് കത്തും. ആ ലൈറ്റ് ഇപ്പോൾ ഇവിടെ കത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ ഫോണിലത് സത്യം പറഞ്ഞാൽ അപ്ലൈ ആയിട്ടുള്ളത്. അപ്പം ഇത് ഈ അഡാപ്റ്റർ വർക്കാണെങ്കിൽ മാത്രമേ ഈ മൈക്കും വർക്കാവൂ. ഇങ്ങനെ വർക്കായാൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂ. ഇപ്പോൾ അവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കാതിരുന്ന 5 മിനിറ്റിനുള്ളിൽ ഇത് ഓഫായി പോകും. പിന്നെ ആ ഓപ്ഷനിൽ ചെന്നിട്ട് ഓൺ ചെയ്യേണ്ടി വരും. അപ്പം ഈ മൈക്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞ പോലൊരു പച്ചയും ചുവന്ന ലൈറ്റ് മിന്നുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു പച്ച ലൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കും. അതിൻ്റെ അർത്ഥം അത് മൈക്ക് വർക്കായിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ഓണാക്കിയ ശേഷം നമ്മൾ 5 മിനിറ്റ് ഇത് വർക്ക് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഓഫായി പോകും. പിന്നെ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ആ ബട്ടൺ ഓൺ ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഈ മൈക്ക് ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ അത് 5 മിനിറ്റേ ഉള്ളൂ അതിൻ്റെ ടൈം. ഉപയോഗിക്കുവാണെങ്കിൽ എത്ര മിനിറ്റ് വേണമെങ്കിലും നിൽക്കും. അടുത്ത നമ്മുടെ ട്രൈപോഡ് വളരെ ചെറുതാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ട്രൈപോഡ് തന്നെയാണ്. അതിൻ്റെ പാർട്സ് ആണിത്, ചെറിയ പാർട്സുകളാണ്. ഇത് നമ്മളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്സാണിത്. ഇതാണ് അതിൻ്റെ ഹാൻഡിൽ. ഇതിലാണ് നമ്മൾ കൈ പിടിക്കുന്നത്. ഇത് 2-3 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം നമുക്കിതൊന്ന് മുഴുവനായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ നല്ല ഒരു സ്റ്റാൻഡാണ്. കാരണം ബ്ലോഗ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ലൈവ് ചെയ്യുന്നവർക്ക്, ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഏതാണ്ട് 400 രൂപ മാത്രം വിലയായിട്ടുള്ളൂ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഇത് 2-3 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇത് തന്നെ മേടിക്കാനുള്ള കാര്യം. നമുക്ക് കൈ പിടിച്ചുകൊണ്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് അതിനുള്ള സ്റ്റാൻഡും ഉണ്ട്, കൈ പിടിക്കാനും പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ബട്ടണുണ്ട്. അതതിൻ്റെ ആ ബേസ് മേലോട്ടും താഴോട്ടും, അതായത് നമ്മുടെ ഈ മൊബൈൽ ഇരിക്കുന്ന ഭാഗം അത് മേലോട്ടും താഴോട്ടും ഒക്കെ നമുക്ക് ആക്കാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും ആംഗിളിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ളൊരു സെറ്റിങ്സ് കൂടെ ഇതിലുണ്ട്. ഇതൊരു ചെറിയ ട്രൈപോഡ്. ഇതിൽ ക്യാമറ സെറ്റ് ചെയ്യാനുള്ളൊരു ചെറിയ പോർട്ട് കൂടെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതലും മൊബൈലിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. പുതിയ ബിഗിനേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഉപകാരം ചെയ്യുന്ന, അതുപോലെ തന്നെ ബ്ലോഗ് ചെയ്യുന്നവർക്ക്, ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു സ്റ്റാൻഡാണിത്. ഇത് നമ്മൾ മൊബൈൽ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. 2 രീതിയിൽ മൊബൈൽ വെക്കാൻ പറ്റും. അത് നേരെ നമുക്ക് ഷോർട്ട് വീഡിയോ എടുക്കുന്ന രീതിയിൽ വെക്കാൻ പറ്റും. പിന്നെ തിരിച്ച് നമ്മുടെ ബ്ലോഗൊക്കെ ചെയ്യുന്ന രീതിയിലും വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു സെൽഫി സ്റ്റിക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നമുക്കൊരു ബ്ലോഗൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു സ്റ്റാൻഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ്, നമുക്ക് സഹായമില്ലാതെ നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇതെവിടെയെങ്കിലും നമുക്ക് ടേബിളിൻ്റെ മണ്ടയിലോ ഒക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ഇതിന് 3 സ്റ്റാൻഡുകളുണ്ട്. അതിൽ നമുക്ക് മൊബൈൽ വെച്ചിട്ട് നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 രീതിയിൽ കൈ പിടിച്ചുകൊണ്ടും അതുപോലെ തന്നെ സ്റ്റാൻഡ് വെച്ചുകൊണ്ടും ഉപയോഗിക്കാൻ പറ്റും. 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണിത്. അതുകൊണ്ടാണ് ഞാനിത് കൂടുതലായിട്ടും മേടിക്കാനായിട്ട് തീരുമാനിച്ചത്. കാരണം ഒന്നിൽ കൂടുതൽ ആവശ്യമുള്ളതാണ് എല്ലാവരും തപ്പിയെടുക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചു. എല്ലാവരും പുതിയ യൂട്യൂബറായിട്ടുള്ള എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. ഇങ്ങനെ ഇത് വാങ്ങിച്ചു നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.